അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഡൽഹി T20 പരമ്പര സ്ഥിരീകരിച്ചതോടെ ടീം സെലക്ഷനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. സഞ്ജു സാംസണും ഇഷാൻ കിഷനും തമ്മിലുള്ള വിക്കറ്റ് കീപ്പർ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് ക്വാർട്ടറിൽ ഫൈനൽ ഇന്ത്യയുടെ മെയിൻ വിക്കറ്റ് കീപ്പറാകുമെന്ന ഈ കടുത്ത പോരാട്ടത്തിലൂടെ തന്നെ തീരുമാനിക്കപ്പെടും എന്നും പറയുന്നു. പ്ലേയിങ് 11-ൽ ഒരൊറ്റ സ്ഥാനത്തിനായി ഈ രണ്ട് പ്രതിഭ താരങ്ങളാണ് കളിക്കാരും അടുത്ത മത്സരത്തിലാണ് എന്നുകൂടി പറയാൻ പറ്റുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രകടനവും ഇപ്പോൾ നിർണായകമാണ് എന്ന് പറയാം. ഡൽഹിയിൽ നടക്കുന്ന 3 മത്സരങ്ങളുടെ തന്നെ പരമ്പര സെപ്റ്റംബർ 13-നാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് പ്രകടനം നിർണായകമാണ് എന്ന് പറയാം. ഐച്ചി നാഗോയയിലേക്ക് തിരിക്കുന്നതിനു മുൻപ് ടീമിന് ലഭിക്കുന്ന അവസാന പരിശീലന അവസരം കൂടിയാണിത്. പുതിയ ലൈനപ്പുകൾ പരീക്ഷിച്ചു നോക്കാൻ സെലക്ടർമാർ ഈ മത്സരങ്ങൾ പ്രയോജനപ്പെടുത്തും. സമ്മർദ്ദഘട്ടങ്ങളിലെ വിക്കറ്റ് കീപ്പിംഗും ബാറ്റിംഗ് സാഹചര്യങ്ങളുമെല്ലാം തന്നെ മാറ്റങ്ങൾ വിലയിരുത്തിയാൽ ഈ ചെറിയ വിൻഡോ സഹായിക്കും. ഈ വാം അപ്പ് മത്സരങ്ങൾ ടീമിനേറെ പ്രധാനപ്പെട്ടതാണ്. പവർ പ്ലേ ഓവറുകൾ തകർത്തടിക്കുന്ന ഇടം കയ്യൻ ഓപ്പണറായി തിളങ്ങി ഇഷാൻ കിഷനും സാധിക്കും. എന്നാൽ അഭിഷേക് ശർമ്മയെ പോലുള്ള വെടിക്കെട്ട് യുവതാരങ്ങൾ ഇതിനകം തന്നെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലുണ്ട്. അതേസമയം സഞ്ജു സാംസൺ ടീമിലെത്തുന്നത് വലം കയ്യൻ ബാറ്റിംഗ് ബാലൻസും മിഡിൽ ഓവറുകളിലെ നിയന്ത്രണവും ഡെത്ത് ഓവറുകളിലെ മികച്ച ഫിനിഷിംഗ് ഉറപ്പു നൽകുന്നു. ബാറ്റിംഗ് ഓർഡറിലെ ഈ വൈവിധ്യം സഞ്ജുവിന് വലിയൊരു തന്ത്രപരമായ മേൽക്കൈ നൽകുന്നുണ്ട്. സ്പിന്നർമാർക്കെതിരെ വിക്കറ്റിന് പിന്നിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്കായിരിക്കും അന്തിമ വിജയം. വരുൺ ചക്രവർത്തിക്ക് പോലെയുള്ള സ്പിന്നർമാർ പന്തെറിയുമ്പോൾ സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിംഗ് മികവ് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ കൃത്യതയാർന്ന കീപ്പിംഗ് DRS തീരുമാനങ്ങളിൽ വലിയ ടീമിന് സഹായമാകാറുണ്ട്. കൂടാതെ കടുത്ത സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഈ യുവ ടീമിന് കരുത്താകാൻ സഞ്ജുവിന്റെ നായക പരിചയ സമ്പത്തും സാധിക്കും. ഡൽഹിയിലെ മത്സരങ്ങളിലുടനീളം കളിക്കാരുടെ ഫോമും ഫിറ്റ്നസ് സെലക്ടർമാർ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മെഡലിനായുള്ള ഇന്ത്യയുടെ നിർണായക പോരാട്ടം സെപ്റ്റംബർ 28-ന് ക്വാർട്ടർ ഫൈനലിലൂടെ ആരംഭിക്കുന്നു. ഈ പരമ്പര അവസാനിച്ച ഉടൻ തന്നെ അന്തിമ ടീം പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും. ഇഷാനെ എവിടെയൊക്കെ സഞ്ജുവിന് മറികടത്താൻ സാധിക്കും അല്ലെങ്കിൽ മറികടക്കാനാകും എന്നുള്ളത് തന്നെയാണ് സഞ്ജുവിന്റെ ആരാധകരും ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കുന്നത് എന്നുകൂടി പറയാം. പ്രേക്ഷകരും ഇതിനെക്കുറിച്ചുള്ള വാർത്ത എല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് വീണ്ടും ഒരു സ്വർണം നേടാനുള്ള യാത്രയിൽ ടീം ഇന്ത്യൻ സെലക്ഷൻ ഏറെ നിർണായകമാകുമെന്നും പറയാം. ഏഷ്യൻ ഗെയിംസിനോടുള്ള ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പറായി ആര് വരും? സഞ്ജു സാംസണോ അതോ ഇഷാൻ കിഷനോ എന്നതാണ് ചോദ്യം. ഓഗസ്റ്റ് 13 ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഈ ചർച്ച വിഷയമായി തന്നെ നിലനിൽക്കുകയാണ് എന്നതുകൂടിയാണ് എടുത്തു പറയുന്ന ഒരു വിഷയം എന്നുകൂടി സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമാകുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.